എങ്ങനെയാണ് അടുത്ത പ്ലാൻ? രാത്രി ഏത് രീതിയിലാണ് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോവുക? നാളെ എങ്ങനെയായിരിക്കും ദൗത്യം എന്ന് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദീപക് വലയമ്മ നമ്മോടൊപ്പം തുടരുന്നുണ്ട്. ദീപക്, ഇപ്പോൾ ഉടൻ തന്നെ മാധ്യമങ്ങളെ കാണും അധികൃതർ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ എത്തിയിട്ടുണ്ടോ? എന്താണ് പ്ലാൻ ബി എന്ന നിലയ്ക്ക് ദൗത്യസംഘം കരുതുന്നത്? ഈ ഡ്രോൺ പരിശോധന എപ്പോൾ പുനരാരംഭിക്കുമെന്നാണ് കരുതുന്നത്? രണ്ടാമത്തെ സ്പോട്ട് തന്നെയാണ് ഏറ്റവും നിർണായകം, അല്ലേ? വിനിത, അല്പസമയത്തിനകം തന്നെ ഈ സംഘം വാർത്താ സമ്മേളനം നടത്തുമെന്നുള്ളതാണ്. വിത്തിൻ 5 minutes എന്നുള്ളതാണ് അല്പം മുൻപ് ഇവിടെ എത്തിയ SP ഉൾപ്പെടെ വിശദീകരിക്കുകയും ചെയ്യുന്നത്. കളക്ടറും ഒപ്പം തന്നെ കാർവാർ MLA-യും ഉത്തരകന്നഡ SP-യും ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ തന്നെ ദുരന്തബാധിത മേഖലയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം, അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി അവലോകനം ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു പക്ഷേ കന്നഡ പ്രസുമായി സംസാരിക്കാനാണ് സാധ്യത. അതിനുശേഷമായിരിക്കും മലയാളം മീഡിയയുമായി സംസാരിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നത്. ആ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2 തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിന്ന് പോലീസ് ഇവിടെ ഉള്ള സിവിലിയൻസിനെ പൂർണ്ണമായും മാറ്റുന്ന നടപടികൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി വിനീത ചോദ്യത്തിലേക്ക് വന്നാൽ എങ്ങനെയായിരിക്കും ദൗത്യം എന്നുള്ളതാണ്, തുടർ ദൗത്യം എങ്ങനെയെന്നുള്ളതാണ്. പ്ലാൻ ബി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ്. ആ ചോദ്യത്തിന് ഉത്തരം കൃത്യമായി കിട്ടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു സിഗ്നൽസ് ഉൾപ്പെടെ കിട്ടിയ സാഹചര്യത്തിൽ ആ സിഗ്നലുകൾ കൃത്യമായി ക്രോഡീകരിച്ച ഒരു ധാരണയിലേക്ക് എത്തുകയാണ് ഈ സംഘം. ആ ധാരണയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു മേഖലയിൽ ഒരു മനുഷ്യ സാന്നിധ്യമുണ്ട് അല്ലെങ്കിൽ എന്ന സ്ഥിരീകരണത്തിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ കൃത്യമായ പരിശോധനകളിലേക്ക് പോകേണ്ടി വരും. ആ പരിശോധനകളിലേക്ക് പോകാൻ ഉതകുന്ന തരത്തിലുള്ള സാഹചര്യം ഇപ്പോൾ ഗംഗാവലിയിലുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒക്കെ ഉണ്ടായിരുന്നതിന് സമാനമായ രീതിയിൽ തന്നെ വലിയ കുത്തൊഴുക്ക് ഇപ്പോഴും ഗംഗാവലിയിൽ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് നേരിട്ടുകൊണ്ട് ഒരു നീക്കം നടത്താൻ ഏത് നിലയിലുള്ള പ്രവർത്തനമാണ് ഏകോപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. 10 ദിവസം ഇപ്പോൾ പിന്നിടുകയാണ്. ഇന്ന് രാത്രി ഇത്തരത്തിൽ ദൗത്യം തുടരാനുള്ള ഏതെങ്കിലും തീരുമാനമുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വിശദീകരണം കിട്ടേണ്ടതുണ്ട്. ഇതിലെയൊക്കെ മാധ്യമങ്ങളെ കാണുമ്പോഴും ഓരോ മണിക്കൂർ ഇടവിട്ട ബ്രീഫിംഗ് ഉണ്ടാകുമെന്ന് പറഞ്ഞ സംവിധാനത്തിന് പക്ഷേ ഇന്ന് വൈകിട്ട് വരെ കൃത്യമായ മറുപടികളൊന്നും തന്നെ നൽകാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ പൂർണ്ണമായും റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്ന സംഘത്തെയൊക്കെ ആശ്രയിച്ചുകൊണ്ടാണ് വിവരങ്ങൾ ശേഖരിച്ചിരുന്നത്. മറ്റ് ഒരു തരത്തിലും ഉത്തരകന്നഡ ജില്ലാ നേതൃത്വവുമായി ജില്ലാ ഭരണകൂടവുമായി ആ തരത്തിൽ ബന്ധപ്പെടാനോ അവരിൽ നിന്നും കൃത്യമായ അപ്ഡേറ്റുകൾ ലഭിക്കാനോ ഒതുങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഇപ്പോൾ കൃത്യമായി എന്താണ് ഇനി ആലോചന നടത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താം. ഇന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഒരു യോഗം ഈ അങ്കോലയിൽ ചേരുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ കളക്ടർ ഉൾപ്പെടെയുള്ള സംഘം ഈ മേഖലയിലേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ വാർത്താ സമ്മേളനം ആരംഭിക്കും. അതിൽ ആദ്യഘട്ടത്തിൽ കാർവാർ MLA സതീഷ് കൃഷ്ണ തേലി, ഒപ്പം തന്നെ കോഴിക്കോട് MP, ഉത്തരകന്നഡ ജില്ലാ കളക്ടർ AKM അഷ്റഫ് MLA, മഞ്ചേശ്വരം MLA, ഒപ്പം തന്നെ ഏറ്റവും നിർണായകമായ കാര്യം ഇപ്പോൾ ഇന്ദ്രബാലൻ ഈ ഒരു വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമായി എത്തുന്നു എന്നുള്ളതാണ്. മേജർ ഇന്ദ്രബാലൻ കൂടി ഈ വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമായി എത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ആ കാര്യത്തിൽ എന്തൊക്കെ നിരീക്ഷണങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്, ഏതൊക്കെ വിധത്തിലുള്ള വിവരങ്ങൾ പൂർണ്ണമായി ലഭിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്. ആദ്യം അവർ കന്നഡ പ്രസുമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും കേരള പ്രസിനെ കാണുന്നത്. ഇപ്പോൾ കന്നഡ മാധ്യമങ്ങളെ കാണുന്നതിന് വേണ്ടി ആ സംഘം അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. എന്തായാലും അല്പസമയം കഴിയുന്നതോടുകൂടി വിനീത, മേജർ ഇന്ദ്രബാലനടക്കം നേതൃത്വം നൽകിക്കൊണ്ട് ഇന്ന് നടന്ന ഓപ്പറേഷന്റെ പൂർണ്ണ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. അത് വിശദീകരിക്കുന്നതിന് വേണ്ടിയുള്ള വാർത്താ സമ്മേളനമാണ് ഇനി നടക്കാൻ പോകുന്നത്. നേരത്തെ തന്നെ ചില അപ്ഡേറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭ്യമായിരുന്നു. അതിൽ 3 സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയി. രണ്ടാമത്തെ സ്പോട്ട് കേന്ദ്രീകരിച്ച വീണ്ടും പരിശോധന നടന്നു. സ്കൂബ ഡൈവേഴ്സ് 2 തവണ മുങ്ങിത്താഴുന്ന സാഹചര്യമുണ്ടായി. ഉളിയിട്ട് നദിയുടെ അടിത്തട്ടിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് പൂർണ്ണതോതിൽ വിജയിച്ചില്ല. പിന്നീട് ആ സംഘത്തിന് തിരികെ കയറേണ്ടി വന്നു. ഇനിയിപ്പോൾ മനുഷ്യ സാന്നിധ്യം ഇല്ല എന്ന നിലവിലെ സാഹചര്യത്തിൽ സ്ഥിരീകരിക്കുമ്പോൾ അടുത്ത ഒരു ഘട്ടം കൂടി വീണ്ടും പരിശോധന നടത്തി ആ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ വ്യക്തത വരുത്തുമോ തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണം ഈ ഒരു സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഇന്ന് പ്രധാനമായും മേജർ ഇന്ദ്രബാലൻ തന്നെയാണ് കന്നഡ പ്രസുമായി സംസാരിക്കുന്നത്. അദ്ദേഹം
കൃത്യമായി വിശദീകരണം നൽകും. അതിനുശേഷമായിരിക്കും കേരള പ്രസിനെ അദ്ദേഹം കാണുക. തുടർന്ന് ഈ ഒരു ദൗത്യത്തിൽ ഇപ്പോൾ നിർണായക സ്ഥാനം വഹിക്കുന്നയാൾ എന്നുള്ള നിലയിൽ തന്നെ കർണാടക സർക്കാർ ക്ഷണിച്ച ഈ മേഖലയിലേക്ക് എത്തിച്ച ആൾ എന്നുള്ള നിലയിൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ അവിടെ സംസാരിക്കുന്ന മേജർ ഇന്ദ്രബാലനാണ്. അപ്പോൾ ഈ ജില്ലാ ഭരണകൂടവുമായി അദ്ദേഹം കൂടുതൽ കൂടിയാലോചനകൾ ഇപ്പോൾ തന്നെ ഷിരൂരിൽ വെച്ച് നടത്തിയിട്ടുണ്ടാകും. അതിന് പിന്നാലെയായിരിക്കും ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനവുമായി രംഗത്തേക്ക് എത്തുന്നത്. ഇനി എന്തൊക്കെ ചെയ്യാൻ കഴിയും, തുടർന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നാളെ മാത്രമാണ് മിഷൻ പുനരാരംഭിക്കുന്നത് എങ്കിൽ ആ മിഷന്റെ ഭാഗമായിട്ട് ഒരു പ്ലാൻ ബി എന്നുള്ള നിലയിൽ ഏതൊക്കെ കാര്യങ്ങൾ ഏകോപിപ്പിക്കും തുടങ്ങിയതൊക്കെ ഒരു വ്യക്തത നമുക്ക് കൈവരികയും ചെയ്യും. എന്തായാലും ഇപ്പോൾ ഇന്ദ്രബാലൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്.